ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാം ക്രമമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് കഷ്ടതയുടെ നടുവിൽ സഭയെ എങ്ങനെയാണ് പ്രബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു തുടങ്ങിയത്. ഈ ക്ലാസ്സിൽ നമുക്കത് തുടർന്ന് ചിന്തിക്കാം. ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 16-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങളിലാണ്. നമുക്ക് ആദ്യം ആ വേദഭാഗം വായിക്കാം. യോഹന്നാൻ 15, 18-ാം വാക്യം മുതൽ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെ. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായകൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എന്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എന്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്നവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവീൻ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുക കൊണ്ടത്രേ. ഈ വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുഗമിക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ ലോകം എന്തുകൊണ്ട് പകയ്ക്കുകയും ഉപദ്രവിക്കുകയും പള്ളിഭ്രഷ്ടരാക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നു? അതിന് യേശു പല കാരണങ്ങൾ പറഞ്ഞു. ഇന്ന് നമുക്കത് പരിശോധിക്കാം. ഒന്നാമത്, നാം ക്രിസ്തുവുമായി ഏകീഭവിച്ചവരാണ്. വി ആർ ഐഡന്റിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. അതാണ് 15-ാം അധ്യായത്തിന്റെ 18ഉം 20ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ലോകം യേശുവിനെ പകച്ചെങ്കിൽ അവനോട് ഏകീഭവിക്കുന്നവരെയും ലോകം പകയ്ക്കും. യോഹന്നാൻ 15:20 യേശു പറഞ്ഞത് ഓർക്കുക. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ എന്ന് യേശു പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. യേശു ആദ്യം ഇത് പറഞ്ഞത് യോഹന്നാൻ 13:16 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വീണ്ടും ഓർപ്പിക്കുന്നത്. നമുക്കത് ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടി യോഹന്നാൻ 13:16 വായിക്കാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഈ വാക്യങ്ങളിൽ യേശു പറഞ്ഞ ന്യായം വളരെ വ്യക്തമാണ്. യേശുവാണ് യജമാനൻ, ശിഷ്യന്മാരായ നാമാണ് ദാസന്മാർ. യജമാനായ യേശു നമ്മേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് മഹത്വവും ബഹുമാനവും യേശുവിന് കിട്ടണം. എന്നാൽ ലോകം യേശുവിന് മഹത്വവും ബഹുമാനവും കൊടുക്കുവാൻ തയ്യാറല്ലല്ലോ. ലോകം യേശുവിനെ പകയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ലോകം നമ്മയും പകയ്ക്കണം. യേശുവിന്റെ മഹത്വവും പൂർണ്ണതയും ദിവ്യത്വവും ഒക്കെ കണ്ടിട്ടും ലോകം യേശുവിനെ പീഡിപ്പിച്ചുവെങ്കിൽ അപൂർണരും സാധാരണക്കാരുമായ നമ്മുടെ ഗതി എന്തായിരിക്കും? ലോകത്തിൽ നിന്ന് ഒരു ദാക്ഷിണ്യവും നാം പ്രതീക്ഷിക്കേണ്ടതില്ല. ക്രിസ്തുവും തനിക്കുള്ളവരുമായിട്ടുള്ള ബന്ധം കാണിക്കുന്ന മറ്റ് പല സാദൃശ്യങ്ങളിലും ഇതേ ആശയം നമുക്ക് കാണാം. യേശു നല്ല ഇടയനും നാം ആടുകളുമാണല്ലോ. ലോകം ഇടയനെ ആക്രമിക്കുമ്പോൾ അത് ആടുകളെയും ബാധിക്കുന്നു.
ഒരു ഉദാഹരണം മത്തായി 26:31 നമുക്ക് കാണാം. മത്തായി 26:31 കേൾക്കുക. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും. വീണ്ടും യേശുവാണ് യജമാനനും അധ്യാപകനും, നാം ദാസന്മാരും ശിഷ്യന്മാരുമാണ്. ഗുരുവിന് സംഭവിക്കുന്നത് ശിഷ്യന്മാരെയും ബാധിക്കുമല്ലോ. എന്നാൽ പ്രത്യാശ നൽകുന്ന ഒരു യാഥാർത്ഥ്യം നാം ഇവിടെ തിരിച്ചറിയണം. ദൈവജനം പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ കർത്താവും കഷ്ടപ്പെടുന്നു, നമ്മുടെ കർത്താവും പീഡിപ്പിക്കപ്പെടുകയാണ്. കാരണം യേശു തലയും നാം ശരീരവും, ഓരോരുത്തൻ വെവ്വേറെ ശരീരത്തിലെ വിവിധ അവയവങ്ങളും ആണല്ലോ. തിരുവചനത്തിലേക്ക് നോക്കിയാൽ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 9:4 തർശോശുകാരനായ ശൗൽ സഭയെ ഉപദ്രവിച്ചപ്പോൾ കേട്ട ശബ്ദം എങ്ങനെയാണ്? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗൽ സഭയാണ് ഉപദ്രവിച്ചത്. എന്നാൽ കർത്താവ് ചോദിക്കുന്നത് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ്. സഭയാം ശരീരത്തിന്റെ തല ക്രിസ്തുവാണല്ലോ. ശരീരത്തിന് സംഭവിക്കുന്നത് തലയെയും ബാധിക്കും, തലയ്ക്ക് സംഭവിക്കുന്നത് ശരീരത്തെയും ബാധിക്കുമല്ലോ. ശത്രുവിന് നമ്മോട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവൻ യേശുവിനോട് ഇതിനു മുമ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞതാണ്. നാം കഷ്ടതയിലാകുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അങ്ങനെയാണ് നാം പ്രബോധനവും പ്രോത്സാഹനവും ഉൾക്കൊള്ളേണ്ടത്. രണ്ടാമതായിട്ട്, നാം ലോകക്കാരല്ല. 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നിങ്ങൾ ലോകക്കാർ ആയിരിക്കുന്നില്ല. നാം ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് പുതിയൊരു ആത്മീയ സ്ഥാനം ലഭിച്ചു. ഇപ്പോൾ നാം ക്രിസ്തുവിലാണ്. വി ആർ ഇൻ ക്രൈസ്റ്റ്. നാം ഇപ്പോൾ ലോകത്തിന് വെളിയിലുമാണ്. വി ആർ ഔട്ട് ഓഫ് ദ വേൾഡ്, ഓർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ നാം ലോകത്തിന് വെളിയിലും ക്രിസ്തുവിലും ആണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ശാരീരികമായി നാം ഭൗതിക ലോകത്തിൽ തന്നെയാണ്. എന്നാൽ ആത്മീയമായി നാം ലോകത്തിലല്ല, നാം ലോകക്കാരും അല്ല. നാം ലോകത്തിലാണെങ്കിലും ലോകക്കാർ അല്ല. എബ്രായലേഖനം 3:1 പറയും പോലെ, ഇപ്പോൾ നാം വിശുദ്ധ സഹോദരന്മാരും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുമാണ്. ലോകത്തിന്റെ ഉല്ലാസ ഘോഷങ്ങളിലോ ലോകസമ്പത്തിലോ ഒന്നും നമുക്കിപ്പോൾ സ്ഥായിയായ താല്പര്യമില്ല. അതിന്റെ അർത്ഥം ലോകത്തിൽ നിന്ന് നാം വേർപെട്ട് ഒറ്റപ്പെട്ട് പുറത്തായിരിക്കുന്നു എന്നല്ല. അതുപോലെ തന്നെ ലോകത്തിന്റെ ആവശ്യങ്ങൾ ഇനി നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല എന്നും അതിനർത്ഥമില്ല. സ്വർഗത്തിലെ കാര്യം മാത്രം നോക്കിയിരിക്കുന്നു, ഭൂമിയിലെ ഒരു കാര്യത്തിനും നമ്മെ കൊള്ളുകയില്ല എന്നും അതിനർത്ഥമില്ല. പിന്നെയോ, നാം ലോകത്തെയും ലോകകാര്യങ്ങളെയും സ്വർഗത്തിന്റെ കാഴ്ചപ്പാടിൽ മാത്രം കാണുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ലോകവ്യവസ്ഥ പ്രവർത്തിക്കുന്നതിന്റെ പിന്നിലുള്ള തത്വം ലോകത്തോട് അനുരൂപപ്പെടുക എന്നതാണല്ലോ. ലോകക്കാർ ലോകത്തോട് അനുരൂപപ്പെട്ട് ലോകത്തിന്റെ രീതികളും ലോകത്തിന്റെ ആശയങ്ങളും ലോകത്തിന്റെ മൂല്യങ്ങളും എല്ലാം അംഗീകരിച്ച് ലോകവുമായി പൂർണ്ണമായി പൊരുത്തപ്പെട്ട് ലോകവുമായി ഏകീഭവിച്ച് ജീവിതം നയിക്കുന്നു. എന്നാൽ വിശ്വാസി ഈ ലോകത്തോട് അനുരൂപപ്പെടുന്നില്ല. റോമർ 12:2 കാണുക. അതിനു പകരം അവർ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. വിശ്വാസി ഒരു പുതിയ സൃഷ്ടിയാണല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 5:17 വായിക്കുക. പഴയ ജീവിതം ജീവിക്കാൻ അവർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. നാം ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാണ്. മത്തായി 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്ധകാര ലോകം വെളിച്ചത്തെ ആഗ്രഹിക്കുന്നില്ല. ചീഞ്ഞഴുകിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് ഉപ്പും വേണ്ട. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വിശ്വാസി ലോകത്തിൽ നിന്ന് മാറുന്നതല്ല, ലോകത്തിൽ വിശ്വാസിക്ക് തുടരാൻ ഒക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കരയ്ക്ക് പിടിച്ചിട്ട മത്സ്യത്തെ പോലെയാണ് ലോകത്തിൽ വിശ്വാസി കഴിഞ്ഞുകൂടുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 14, 16, 1 യോഹന്നാൻ 4:5 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ 17:14, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു,
ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. യോഹന്നാൻ 17:16 ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. 1 യോഹന്നാൻ 4:5 അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. അവർ ലൗകികന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെക്കുറിച്ചല്ല, ഈ ലോകത്തിലുള്ളവർ. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. നമ്മളാരാണ്? നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. മൂന്നാമതായിട്ട്, ലോകം ആത്മീയ അജ്ഞതയിലും അന്ധതയിലുമാണ് കഴിഞ്ഞുകൂടുന്നത്. അതാണ് 15-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായ്ക കൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. യെരുശലേമിലെ മത നേതാക്കന്മാർ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ദൈവപുത്രനെ സംരക്ഷിക്കുമായിരുന്നു. ഞങ്ങൾ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന സത്യദൈവത്തെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നവർ സന്തോഷത്തോടെ പറയുമായിരുന്നു. എന്നാൽ യേശു പറഞ്ഞത് നോക്കുക, യോഹന്നാൻ 16:3 വാക്യം, അവർ പിതാവിനെയും എന്നെയും അറിയായ്ക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അവർ പിതാവിനെ അറിഞ്ഞിരുന്നെങ്കിൽ പുത്രനെയും അറിയുമായിരുന്നു. അപ്പോൾ അവർ യേശുവിനെ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നില്ല. യഹൂദ മത നേതാക്കന്മാർക്ക് യഹോവയാകുന്ന ദൈവത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയാമായിരുന്നു. അവർക്ക് ദൈവശാസ്ത്രവും നല്ലപോലെ വശമായിരുന്നു. അവരുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കുവാൻ അവരുടെ പഴയ നിയമ പുസ്തകത്തിലെ അധ്യായങ്ങളും പുസ്തകങ്ങളും വാക്യങ്ങളും ഒക്കെ ഉദ്ധരിച്ച് വാദിക്കുവാനും അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ അവർക്ക് ദൈവത്തെ വ്യക്തിപരമായി അറിയാമായിരുന്നില്ല. ദൈവത്തെക്കുറിച്ച് അറിയുന്നതും ദൈവത്തെ അറിയുന്നതും ഒന്നല്ലല്ലോ. നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്കറിയാം, എന്നാൽ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അറിയുകയില്ലല്ലോ എന്ന് പറയുന്നതിന് തുല്യമായിരുന്നു യഹൂദ മത നേതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവും. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാമായിരുന്നു, എന്നാൽ ദൈവത്തെ വ്യക്തിപരമായി അറിയാമായിരുന്നില്ല. ഇതിപ്പോൾ യേശു ഒരു പുതിയ കാര്യമായിട്ട് പറഞ്ഞതുമല്ല കേട്ടോ. യേശുവിനെ എതിർത്ത യഹൂദ മത നേതാക്കന്മാരോട് യേശു നേരിട്ട് തന്നെ ഈ കാര്യം പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ശിഷ്യന്മാരെല്ലാം അത് കേട്ടിട്ടുമുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ 8:19 നേതാക്കന്മാർ വന്ന് യേശുവിനോട് പറയുന്നതാണ്. അവർ അവനോട് നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും യോഹന്നാൻ 8:54-55 വാക്യങ്ങൾ വായിക്കുമ്പോൾ പിതാവാൻ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാനോ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. യേശു അവരെ ദൈവവചനം പഠിപ്പിക്കുകയും ദൈവിക വഴിയിൽ നടന്നു കാണിക്കുകയും തന്റെ ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്ത് താൻ ദൈവപുത്രനാണെന്ന് കാണിച്ചും പറഞ്ഞും കൊടുത്തിരുന്നു. എന്നിട്ടും യഹൂദ മത നേതാക്കന്മാർക്ക് യേശു ആരാണെന്ന് മനസ്സിലായതേയില്ല. യോഹന്നാൻ സുവിശേഷം എഴുതി തുടങ്ങിയപ്പോൾ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ലോകമോ അവനെ അറിഞ്ഞില്ല, ലോകമോ അവനെ അറിഞ്ഞില്ല. ഇന്നത്തെ മതലോകവും ദൈവത്തെ അറിയാം എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അവർക്ക് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ ദൈവപുത്രൻ എന്നും ലോകത്തിന്റെ ഏക രക്ഷകൻ യേശുവാണ് എന്നും പറയാനുള്ള ആർജവം ഇന്നും ഇല്ല. എന്താണ് അതിന്റെ കാരണം? ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് അവരുടെ മനസ്സുകളെ കുരുടാക്കിയിരിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപം അവരുടെ ഹൃദയത്തെ അന്ധത പിടിപ്പിച്ച് കഠിനമാക്കിയിരിക്കുന്നു. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെ വായിക്കുക. തർസോസുകാരനായ ശൗലിനെ പോലെ അവരുടെ മതവും അവരുടെ സ്വയനീതിയും അവർക്ക് മതിയായതാണെന്ന് അവർ ആഴമായി വിശ്വസിക്കുകയും അവരുടെ മതവിശ്വാസത്തിൽ അവർ സംതൃപ്തി അടയുകയും ചെയ്യുന്നു. മാത്രമല്ല, ആ മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവജനത്തെ അവർ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും പള്ളിഭ്രഷ്ടന്മാരാക്കുകയും കൊല്ലാൻ നോക്കുകയും ചെയ്യുന്നു. 4-മതായി, ലോകം അവരുടെ തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ പാപത്തെക്കുറിച്ച് ഒട്ടും സത്യസന്ധതയില്ലാത്തവർ ആയിരിക്കും. അതാണ് 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും
16 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15:22 മുതൽ 24 വരെ, ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നു എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എന്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ലെങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എന്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അതോട് ചേർത്ത് 16 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്ക കൊണ്ടത്രേ. യേശു ഒരിക്കൽ കൂടി താൻ പഠിപ്പിച്ച വചനങ്ങളും തന്റെ പ്രവൃത്തിയും ഊന്നി പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഈ തരത്തിൽ യേശു തന്റെ വചനത്തെയും തന്റെ പ്രവൃത്തിയെയും പല സന്ദർഭങ്ങളിൽ ഊന്നി പറഞ്ഞത് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 3:2, 5:36 മുതൽ 38 വരെ, 10:24 മുതൽ 27 വരെ, 14 അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ നോക്കിയാൽ ആ കാര്യം ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 3 അധ്യായത്തിന്റെ 2 വാക്യം. നിക്കോദിമോസ് രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബീ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഉപദേശിച്ചത് വചനം, പ്രവർത്തിച്ചത് അടയാളങ്ങൾ. 5 അധ്യായത്തിന്റെ 36 മുതൽ 38 വരെ യേശു പറഞ്ഞു, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. വായിച്ച വാക്യങ്ങളിലും പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, അവ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ, അവന്റെ വചനം, വചനവും പ്രവൃത്തികളും യേശു എടുത്തു കാണിക്കുകയാണ്. യോഹന്നാൻ 10 അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ കേൾക്കുക. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്റെ ശബ്ദം ആണോ, പ്രവൃത്തിയും വചനവും. ഇനി 14 അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. നിങ്ങളോട് പറയുന്ന വചനം, പ്രവൃത്തി, വചനവും പ്രവൃത്തിയും. ഇപ്പോൾ വായിച്ചു കേട്ട ഈ വാക്യങ്ങളിലെല്ലാം വചനവും പ്രവൃത്തിയും ഒരുമിച്ച് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ജനത്തിന് അവരുടെ പാപത്തിന് ഒരു ഒഴികഴിവും ഇല്ല. കാരണം അവർ അവന്റെ പ്രവൃത്തികൾ കാണുകയും അവന്റെ വചനം കേൾക്കുകയും ചെയ്തു. എന്നാൽ അവർ സത്യം അംഗീകരിക്കാൻ മാത്രം തയ്യാറായില്ല. ആവശ്യമായ സകല തെളിവുകളും സമർപ്പിക്കപ്പെട്ടെങ്കിലും അത് സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള സത്യസന്ധത അവർ ആരും കാണിച്ചില്ല. യേശു പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയ ശേഷം പരീശന്മാരോട് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും സമാന്തരമായിട്ടാണ് പോകുന്നത്. എന്താണ് പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയതിനു ശേഷം പരീശന്മാരോട് പറഞ്ഞത്? യോഹന്നാൻ 9 അധ്യായത്തിന്റെ 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോട് കൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട്, ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു.
യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. കുരുടനായി പിറന്നവനെ യേശു സൗഖ്യമാക്കി എന്നവർ സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ അതിന്റെ വ്യക്തമായ തെളിവുകൾ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. കാരണം യേശുവിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും അവർ ഒരു കാരണവശാലും സന്നദ്ധരായിരുന്നില്ല. യേശു അവരോട് പറഞ്ഞത് അവരാണ്, ഈ പരീശന്മാരാണ് യഥാർത്ഥത്തിൽ കുരുടന്മാർ എന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ അവർ ഒരത്ഭുതം നടന്നതായി സമ്മതിച്ചതുകൊണ്ട് അവരുടെ പാപം കൂടുതൽ കടുത്തതായി. കാരണം അവർ അജ്ഞതയിൽ നിന്നല്ല പാപം ചെയ്തത്, പ്രത്യുത അറിഞ്ഞുകൊണ്ടാണ് പാപം ചെയ്തത്. വലിയൊരു പ്രകാശം കണ്ടതിന് ശേഷം ആ കണ്ട പ്രഭയ്ക്കെതിരെ ആണ് അവർ പാപം ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ ആ വെളിച്ചം അവരുടെ പാപത്തെ വെളിപ്പെടുത്തി. എന്നാൽ അത് സമ്മതിക്കാൻ അവർ തയ്യാറായില്ല. അവരുടെ പാപത്തെ സത്യസന്ധമായി അഭിമുഖീകരിക്കുവാൻ അവർ ആരും തയ്യാറായിരുന്നില്ല. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ 2 പത്രോസ് 3:7 അവർ മനസ്സോടെ മറന്നു കളയുന്നു എന്ന് പറഞ്ഞ അതേ മനോഭാവമാണ് ഈ പരീശന്മാരും പ്രകടിപ്പിച്ചത്. കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി, എന്നാൽ അവരതെല്ലാം മനസ്സോടെ മറന്നു കളഞ്ഞു. ലോകത്തിന്റെ പകയും ഉപദ്രവവും വിശ്വാസികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ തീവ്രതയിൽ കൂടി കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വിശ്വാസികളെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്? അടിസ്ഥാനപരമായി അത് ദൈവവചനം വഴിയാണ് ദൈവാത്മാവ് ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ തരത്തിലുള്ള പകയും ഉപദ്രവവും ഉണ്ടാകുമെന്ന കാര്യം വിവിധ രചയിതാക്കൾ, വേദപുസ്തക രചയിതാക്കൾ വഴി പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ മുന്നമേ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ആ വചനങ്ങൾ നമ്മളെ ശക്തീകരിക്കും, ധൈര്യപ്പെടുത്തും. യോഹന്നാൻ 15:25 യേശു ഉദ്ധരിച്ചത് സങ്കീർത്തനം 35:19 69:4 അപ്പോൾ നേരത്തെ ഇത് രേഖപ്പെടുത്തിയിരുന്നതാണെന്ന് കാണിക്കുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. യോഹന്നാൻ 15:25 അവർ വെറുതെ എന്നെ പകച്ചു എന്നവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. അത് സങ്കീർത്തനത്തിൽ എഴുതിയിരുന്നത് നമുക്ക് 35:19 69:4 നിന്ന് വായിക്കാം. 35:19 വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ, കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമയ്ക്കുകയും അരുതേ. 69-ാം സങ്കീർത്തനം 4-ാം വാക്യം കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എന്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. വൃഥാ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. വചനം നൽകി ഉറപ്പു നോക്കുക. ലോകം പകച്ചത് എതിർപ്പുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യം നാം ബോധപൂർവം ചെയ്തതുകൊണ്ടല്ല, പിന്നെയോ അവർ വെറുതെ എന്നെ പകച്ചു, വെറുതെ എന്നെ പകച്ചു. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ, വെറുതെ എനിക്ക് ശത്രുക്കളായവർ. ഈ പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് തിരുവചനത്തിലെ ഇനി പറയുന്ന വാക്യങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ പ്രസക്തമാകുകയാണ്. ഞാൻ ചില വാക്യങ്ങൾ പറയാൻ പോവുകയാണ്. ഈ വാക്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെ കഷ്ടതകളുടെ നടുവിലും ദൈവം നേരത്തെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നറിയാനായിട്ട്. ഫിലിപ്പിയ ലേഖനം 1:28 മുതൽ 30 വരെ, 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെ, എബ്രായ ലേഖനം 12:3-4, 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 19 വരെ. ഈ വേദഭാഗങ്ങളെല്ലാം വായിച്ചു പഠിക്കണം. അതിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1:29 ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. 2 തിമോത്തി 2:11-12 നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. എബ്രായർ 12:3-4 നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. 1 പത്രോസ് 4:12 മുതൽ 14 വരെ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ വായിച്ചു കേട്ട വാക്യങ്ങൾ കൂടാതെ നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രോത്സാഹനജനകമായ ധാരാളം വാക്യങ്ങൾ 4 സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാണല്ലോ.
അത് എടുത്ത് വായിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഉത്തേജനവും ധൈര്യവും പ്രാപിക്കുവാൻ ഇടയാകും. പകയും ഉപദ്രവവും നേരിടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോടും നമ്മിൽ കൂടിയും സാക്ഷിക്കും. അതാണ് യോഹന്നാൻ 15:26-27 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 15:26-27 കേൾക്കുക. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുവീൻ. യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം കഷ്ടത അനുഭവിക്കുന്നത് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയാണ് എന്നാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. അത് അനുഭവിച്ചറിയാനുള്ള അവസരമാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അവന്റെ നാമത്തിനു വേണ്ടി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചു പഠിക്കുക. ഉപദ്രവത്തിന്റെയും പീഡനത്തിന്റെയും സമയം സഭയ്ക്ക് എപ്പോഴും സാക്ഷ്യത്തിന്റെയും സുവിശേഷ പ്രഘോഷണത്തിന്റെയും സമയമാണ്. രക്ഷിക്കപ്പെടാത്തവർ നമ്മെ ആക്രമിക്കുമ്പോൾ ശരിയായ ഉത്തരം സാക്ഷ്യമായി നൽകുവാൻ നാം ഒരുങ്ങിയിരിക്കണം. പത്രോസ് തന്റെ 1-ാം ലേഖനം 3:15 അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1 പത്രോസ് 3:15 നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. പരിശുദ്ധാത്മാവ് നമ്മോട് സാക്ഷ്യം പറയുന്നത് കൊണ്ട് നമുക്ക് ലോകത്തോട് സാക്ഷ്യം പറയാം. പറയുന്നത് നാമല്ല, പരിശുദ്ധാത്മാവാണ് നമ്മിൽ കൂടി പറയുന്നത് എന്ന് യേശു പഠിപ്പിച്ചത് ഓർക്കുക. മർക്കോസ് 13:11 അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. പരിശുദ്ധാത്മശക്തി ലഭിച്ചിട്ടല്ലാതെ നമുക്ക് വ്യക്തമായ സാക്ഷ്യം നൽകാൻ കഴിയുകയില്ല. അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും എന്ന് യേശു പറഞ്ഞതും മറക്കരുത്. യോഹന്നാൻ 16:1 യേശു ഓർപ്പിച്ചത് വിശ്വാസി ഇടറിപ്പോകേണ്ട കാര്യമില്ല എന്നാണ്. ലോകം പീഡനത്തിന്റെ തീച്ചൂളയ്ക്ക് ശക്തി കൂട്ടിയേക്കാം, എന്നാൽ നാം ഒരു കാരണവശാലും ഇടറേണ്ടതില്ല. 16:1 ഒന്നുകൂടെ കേൾക്കുക. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം നാം ഉപദ്രവം പ്രതീക്ഷിക്കണം, കാരണം അത് വരും എന്ന് നമ്മുടെ കർത്താവ് ആവർത്തിച്ച് ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. യോഹന്നാൻ 13:18-19 എന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ തന്നെ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. 14:29 അതേ കാര്യം നമുക്ക് കാണാം. 14:29 അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. സംഭവിക്കും മുമ്പേ തന്നെ അത് സംഭവിക്കും എന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. പ്രത്യേകിച്ച് ഉപദ്രവവും പീഡനവും മതഭക്തന്മാരായ ആളുകളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഒട്ടും അതിശയിക്കുകയോ ഇടറിപ്പോവുകയോ ചെയ്യരുത്. മതഭക്തന്മാർ ദൈവത്തെ യഥാർത്ഥത്തിൽ സേവിക്കുകയാണെന്നുള്ള ധാരണയിലാണ് അവർ വിശ്വാസികളെ പീഡിപ്പിക്കുന്നതും പള്ളിഭ്രഷ്ടന്മാരാക്കുന്നതും. അതാണ് 16:2 നാം വായിച്ചത്. യോഹന്നാൻ 16:2 നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഇവിടെ വഴിപാട് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് പുരോഹിതന്മാർ അർപ്പിക്കുന്ന വഴിപാട് അല്ലെങ്കിൽ യാഗം എന്ന അർത്ഥത്തിലാണ്. തർസോസുകാരനായ ശൗല് ദൈവത്തെ സേവിക്കുന്നു, ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നു എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ദൈവസഭയെ പീഡിപ്പിച്ചത്. അത് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 57 മുതൽ 8-ാം അധ്യായത്തിന്റെ 3 വരെ, 22-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ, 26-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കുക. അപ്പോസ്തലപ്രവൃത്തി 22-ന്റെ 3-4 വാക്യങ്ങളിൽ പൗലോസ് സാക്ഷ്യമായി പറയുന്നത് താൻ ചെയ്തത് ദൈവസേവയിൽ എരിവുള്ളവനായിട്ടാണ് ചെയ്തതെന്നാണ്. ദൈവസേവയിൽ എരിവുള്ളവനായിട്ട്. മതതീഷ്ണതയുള്ള ആളുകൾ ദൈവത്തിന്റെ നാമത്തിൽ കൊലയും പീഡനവും അഴിച്ചുവിടുന്നത് ശരിക്കും നിരാശാജനകമാണ്. രക്തസാക്ഷികൾ ചിന്തിയ രക്തം സഭ പണിയപ്പെടുന്നതിനായി
വിതയ്ക്കപ്പെട്ട വിത്തുകളാണ് എന്നത് ശരിയാണ്. എന്നാൽ വിശ്വാസികൾ ക്രിസ്തുവിനു വേണ്ടി രക്തം ചൊരിയേണ്ടി വന്നത് ചരിത്രത്തിന്റെ താളുകളെ കറ പിടിപ്പിച്ചിട്ടുമുണ്ടല്ലോ. ഏതായാലും പകയുടെയും ഉപദ്രവത്തിന്റെയും കൊലപാതകത്തിന്റെയും ഒക്കെ നടുവിൽ കൂടി ദൈവസഭ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് സഭാവിശ്വാസികളെ ശക്തീകരിക്കുകയും പ്രബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സഭ സന്തോഷത്തോടെ അതിൽ കൂടി കടന്നുപോകുന്നു. പത്രോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്താൽ, അഗ്നിശോധനകളുടെ നടുവിൽ അതിശയിച്ചു പോകാതെ, ലജ്ജിച്ചു പോകാതെ, ഇതൊരു ഭാഗ്യാവസ്ഥയാണ് എന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുന്നവർ ആയിട്ട് നമുക്ക് രൂപാന്തരപ്പെടാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകം ഞങ്ങളെ പകയ്ക്കും, ഞങ്ങളെ ഉപദ്രവിക്കും, പള്ളിഭ്രഷ്ടരാക്കും, കൊല്ലും എന്നൊക്കെ അവിടുന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ഞങ്ങൾക്ക് കർത്താവെ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ശക്തി പകരുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവ് ഞങ്ങൾ കൂടി സാക്ഷ്യം പറയുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളെ പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ കർത്താവെ ധൈര്യപ്പെടുന്നു. ദൈവവചനം വഴിയാണല്ലോ പരിശുദ്ധാത്മാവ് വഴി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വചനം വായിക്കുവാനും വചനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ബലവും ശക്തിയും കർത്താവെ ഉൾക്കാഴ്ചയും ഒക്കെ മാറുവാനും ഈ വചന പഠനം കർത്താവെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.